ഹായ് ഫ്രണ്ട്സ്, ദസ്തക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ ബാത്ത് ഉസ് മംഗൽവാർക്കി എന്ന് പറയുന്ന ഡയറിയാണ്. ഡയറി എന്താണെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുമല്ലോ. ഡയറി എഴുതുന്നതിലൂടെ നമ്മൾ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതിലൂടെ തങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് രമണി അട്കുരി എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ഡയറിയാണ്. നമുക്കറിയാം, സാധാരണക്കാരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോക്ടർമാരുടെ ജീവിതം വളരെ തിരക്കു പിടിച്ചതും കർമ്മനിരതവുമാണ്. ഇവിടെ ഡോക്ടർ രമണി അട്കുരിയുടെ അത്തരത്തിലുള്ളൊരു ദിവസത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏത് ദിവസത്തെ കാര്യമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, മംഗൾവാർ, അതായത് ചൊവ്വാഴ്ച. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ ദിവസങ്ങൾക്കും ഹിന്ദിയിൽ എന്താണ് പറയുക എന്നുള്ളത് നാം പഠിച്ചിരിക്കേണ്ടതാണ്. നോക്കൂ, ഞായറാഴ്ചക്ക് രവിവാർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. തിങ്കളാഴ്ചക്ക് സോമവാർ, ചൊവ്വാഴ്ചക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മംഗൾവാർ എന്നാണ് പറയുന്നത്. ബുധനാഴ്ചക്ക് ബുധവാർ, വ്യാഴാഴ്ചക്ക് ഗുരുവാർ, വെള്ളിയാഴ്ചക്ക് ശുക്രവാർ, ശനിയാഴ്ചക്ക് ശനിവാർ എന്നുമാണ് ഹിന്ദിയിൽ പറയുന്നത്. ഡോക്ടർ രമണി അട്കുരിയുടെ ആ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡോക്ടർ രമണി അട്കുരിയെ ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ രമണി അട്കുരി സാമുദായിക് സ്വാസ്ഥ്യ ചികിത്സക് ഹെ. ഡോക്ടർ രമണി അട്കുരി ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡോക്ടറാണ്. സാമുദായിക് ചികിത്സ മേ സ്നാതകോത്തർ ഉപാധി ഹെ. ഈ സാമുദായിക് ചികിത്സ, ഈ കമ്മ്യൂണിറ്റി ചികിത്സയിൽ സ്നാതകോത്തർ ഉപാധി ഹെ. സ്നാതകോത്തർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നാണ്. ബിരുദാനന്തര ബിരുദമെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഡോക്ടർ രമണി അട്കുരി സാമുദായിക് ചികിത്സയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. उड़ीसा, मध्य प्रदेश और छत्तीसगढ़ के आदिवासी इलाकों में प्राथमिक स्वास्थ्य में पिछले 20 सालों से कार्यरत. उड़ीसा അതായത് ഇന്നത്തെ ഒഡീഷ, മധ്യപ്രദേശ് और ഛത്തീസ്ഗഡ്, ഈ 3 സംസ്ഥാനങ്ങളിലെയും ആദിവാസി ഇലാക്കോമേം, ആദിവാസി പ്രദേശങ്ങളിൽ പ്രാഥമിക് സ്വാസ്ഥ്യമേം, പ്രാഥമിക ആരോഗ്യ മേഖലയിൽ പിछले 20 सालों से कार्यरत, കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് कार्यरत. कार्यरत എന്ന് പറഞ്ഞാൽ കർമ്മനിരതയാണ്. स्वास्थ्य कार्यकर्ताओं, दाइयों व नर्सों को प्रशिक्षण भी देती रही है. स्वास्थ्य कार्यकर्ताओं, हेल्थ वर्ക്കേഴ്സ്, दाइयों व नर्सों. दाइयों എന്ന് പറഞ്ഞാലും നഴ്സ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ സ്വാസ്ഥ്യ കാര്യകർത്താവും ഹെൽത്ത് വർക്കേഴ്സിനും അതുപോലെ തന്നെ നഴ്സുമാർക്കും എന്ത് നൽകുന്നുണ്ട്? പ്രശിക്ഷൺ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ഹെൽത്ത് വർക്കേഴ്സിനും നഴ്സുമാർക്കും പ്രശിക്ഷൺ ഭി ദേത്തി രഹി ഹേ, ട്രെയിനിങ്ങും നൽകി വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഡോക്ടർ രമണി അട്കുരിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇവരുടെ ഈ പ്രൊഫൈൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ വളരെ കർമ്മനിരതയായിട്ടുള്ള, കർത്തവ്യബോധമുള്ള ഒരു ഡോക്ടറാണ് എന്നുള്ളത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബാത്ത് ഉസ് മംഗൾവാർക്കി. ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം, ഉസ് എന്ന് പറഞ്ഞാൽ അത്, ആ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇവിടെ നമുക്ക് ആ എന്ന അർത്ഥമാണ് വേണ്ടത്. മംഗൾവാർ, മംഗൾവാർ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച. അപ്പോൾ ബാത്ത് ഉസ് മംഗൾവാർക്കി, ഒരു ചൊവ്വാഴ്ച ദിവസത്തെ കാര്യം. അപ്പോൾ ഈ ഡോക്ടർ രമണി അട്കുരിയുടെ ഒരു ചൊവ്വാഴ്ച ദിവസം എങ്ങനെയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഡയറിയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. ആജ് മംഗൾവാർ ഹേ. ആജ് ഇന്ന്, മംഗൾവാർ ഹേ ഇന്ന് ചൊവ്വാഴ്ചയാണ്. और मैं अचानकमार अभयारण्य छत्तीसगढ़ में बसे बागमनी गांव में हूँ. और मैं ഞാൻ അച്ചാൻകമാർ അഭയാരണ്യ. അഭയാരണ്യ എന്ന് പറഞ്ഞാൽ വന്യജീവി സങ്കേതം എന്നാണ് അർത്ഥം. വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ ഡോക്ടർ രമണി അട്കുരി അച്ചാൻകമാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം എവിടെയുള്ളതാണ്? ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിലുള്ള അച്ചാൻകമാർ എന്ന വന്യജീവി സങ്കേതത്തിൽ ബസേ, ബസേ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന എന്നാണ് അർത്ഥം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അപ്പോൾ ഈ അച്ചാൻകമാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാഗ്മനി ഗാവ് മേ ഹൂ, ബാഗ്മനി എന്ന് പറയുന്ന ഒരു ഗാവ്, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. അപ്പോൾ ഈ ഡോക്ടർ രമണി അട്കുരി ഇപ്പോൾ ഉള്ളത്
ഛത്തീസ്ഗഡിലെ അചാൻകമാർ എന്ന വന്യജീവി സങ്കേതത്തിനുള്ളിലെ ബാഹ്മനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്. अपने 5 साथियों के साथ 65 किलोमीटर चलकर मैं यहाँ पहुंची हूँ. अपने 5 साथियों के साथ, अपने എന്ന് പറഞ്ഞാൽ തന്റെ, 5 സാഥിയോं के साथ, സാഥിയോं എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. തന്റെ 5 സുഹൃത്തുക്കളുടെ കൂടെ 65 കിലോമീറ്റർ, 65നെ 65 എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ തന്റെ കൂട്ടുകാരുടെ കൂടെ 65 കിലോമീറ്റർ ചൽക്കർ സഞ്ചരിച്ചിട്ട് മേ യഹാ പഹൂഞ്ചി ഹൂ, ഞാൻ ഇവിടെ പഹൂഞ്ചി ഹൂ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ രമണി അട്കുരി തന്റെ 5 സുഹൃത്തുക്കളുടെ കൂടെ 65 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോഴുള്ള ഈ ബാഹ്മനി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. യഹാ ഹം ഹഫ്തേ മേ ഏക് ദിൻ ക്ലിനിക് ചലാത്തേ ഹേ. യഹാ ഇവിടെ, ഹം ഹഫ്തേ മേ, ഹഫ്തേ എന്ന് പറഞ്ഞാൽ ആഴ്ച എന്നാണ് അർത്ഥം, വീക്ക്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഹഫ്തേ മേ ആഴ്ചയിൽ, ഏക് ദിൻ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, ക്ലിനിക് ചലാത്തേ ഹേ ക്ലിനിക് നടത്തുന്നുണ്ട്, ഇവിടെയുള്ള ആളുകളെ പരിശോധിക്കാനായിട്ടുള്ളൊരു ക്ലിനിക് നടത്തുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സാധാരണ ഡോക്ടർമാരെല്ലാവരും ഒരു AC മുറിയിൽ ഇരുന്ന് പേഷ്യൻസ് പുറത്ത് കാത്തിരിക്കുന്നുണ്ടാകും. എന്നാൽ ഇവിടെയോ നേരെ തിരിച്ചാണ്. ഇവിടെ ഡോക്ടർമാർ രോഗികൾക്കായിട്ട് രോഗികളുടെ താമസ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അതും ഒരു എളുപ്പമുള്ള യാത്രയല്ല, അല്ലേ? ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ അചാൻകമാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിനുള്ളിലെ ബാഹ്മനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഏകദേശം 65 കിലോമീറ്ററോളം ഇവർ സഞ്ചരിച്ചിട്ടാണ് ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത് തന്നെ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഡോക്ടറുടെ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, ഒരു ഡെഡിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. अचानकमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम यहाँ पहुंचे हैं. അചാൻകമാർ കെ സുന്ദർ, അചാൻകമാറിലെ സുന്ദരമായ ഘനെ ജംഗലോസെ, ഘനെ എന്ന് പറഞ്ഞാൽ ഡെൻസായ, ഇടതിങ്ങിയ, ജംഗലോസെ വനങ്ങളിലൂടെ. അപ്പോൾ ഘനെ ജംഗലോസെ എന്ന് പറഞ്ഞാൽ നിബിഡമായ വനത്തിലൂടെ, ഗുസർത്തേ ഹുയെ കടന്നുപോയിട്ട്, കൈ ഝർണേ നാലെ പാർ കർക്കെ, കൈ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഝർണേ നാലെ അരുവികളും തോടുകളും, പാർ കർക്കെ മറികടന്ന്, ഹം യഹാ പഹുഞ്ചേ ഹേ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. ഒന്ന്, ഈ അചാൻകമാറിനുള്ളിലെ കൊടുങ്കാടുകൾ, പിന്നെയോ അവിടെ ഒഴുകുന്ന ഒരുപാട് അരുവികളും തോടുകളും മറികടന്നിട്ടാണ് ഇവർ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ബർസാത് കാ മൗസം, മനിയാരി നദി മേ പൂരാ പാനി ഓർ നദി പർ പുൽ നഹി. ബർസാത് കാ മൗസം, മൗസം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്, ബർസാത്ത് എന്ന് പറയുന്നത് മഴ. അപ്പോൾ ബർസാത് കാ മൗസം മഴക്കാലമായിരുന്നു. മനിയാരി നദീമേ, ആ അചാൻകമാർ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മനിയാരി നദി. അപ്പോൾ ഈ മനിയാരി നദിയിൽ പൂരാ പാനി, പൂര എന്ന് പറഞ്ഞാൽ മുഴുവൻ, കംപ്ലീറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഈ മനിയാരി നദിയിൽ മുഴുവൻ വെള്ളമാണ്, നദി കരകവിഞ്ഞൊഴുകുകയാണ്. ഓർ നദി പർ പുൽ നഹി, പുൽ എന്ന് പറയുന്നത് പാലത്തിനെയാണ്. അപ്പോൾ ഈ നദിയിലാണെങ്കിലോ പാലവും ഇല്ല. അങ്ങനെ അവർ ഈ അചാൻകമാറിലുള്ള തങ്ങളുടെ ക്ലിനിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിലാണെങ്കിലോ ഇവർക്ക് മനിയാരി എന്ന് പറയുന്ന ഒരു നദി മറികടക്കണമായിരുന്നു. അപ്പോൾ അത് മറികടക്കാനാണെങ്കിലോ അവിടെ പാലവും ഇല്ല എന്നാണ് നമ്മുടെ ഡോക്ടർ രമണി അട്കുരി പറയുന്നത്. ഹംനെ ജീപ്പ് കോ ഇസ് പാർ ഖടാ കിയ. ഹംനെ ഞങ്ങൾ, ജീപ്പ് കോ ജീപ്പിനെ, ഇസ് പാർ ഖടാ കിയ. പാർ എന്ന് പറയുന്നത് വശം, സൈഡ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ജീപ്പിനെ ഇസ് പാർ ഈ വശം അല്ലെങ്കിൽ ഇക്കരെ, ഖടാ കിയ നിർത്തിയിട്ടു. അപ്പോൾ ഇവർ നദി മുറിച്ച് കടക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീപ്പ് നദിയുടെ ഇക്കരെ നിർത്തിയിട്ടു. अपने रजिस्टर, उपकरण वगैरह
സർ കെ ഊപ്പർ ഉഠായെ ഓർ നദി പാർ കി. എന്നിട്ട് ഇവർ ആ നദി എങ്ങനെയാണ് മറികടന്നത് എന്നാണ് പറയുന്നത്. അപ്നെ രജിസ്റ്റർ, തങ്ങളുടെ രജിസ്റ്റർ, രോഗികളുടെ വിവരമെല്ലാം എഴുതി വെക്കുന്ന രജിസ്റ്റർ. ഉപകരൺ, ഉപകരൺ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ, ഈ ഡോക്ടർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ. വഗൈര, വഗൈര എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എറ്റ്സെട്ര എന്ന് പ്രയോഗിക്കുന്നതിന് സമമായ ഹിന്ദി പ്രയോഗമാണ്. അപ്പോൾ തങ്ങളുടെ രജിസ്റ്റർ, ഉപകരണങ്ങൾ മുതലായവ. സർ കെ ഊപ്പർ, സർ എന്ന് പറയുന്നത് തലയ്ക്കാണ്, സിർ എന്നും ഹിന്ദിയിൽ തലയ്ക്ക് പറയാറുണ്ട്. സർ കെ ഊപ്പർ, തലയുടെ മുകളിൽ. ഉഠായെ, എടുത്തു വെച്ചിട്ട്. ഓർ നദി പാർക്കി, എന്നിട്ട് നദി പാർക്കി, മറികടന്നു. അങ്ങനെ ഇവരെങ്ങനെയാണ് നദി മറികടന്നത്? തങ്ങളുടെ രജിസ്റ്ററും മറ്റു ഉപകരണങ്ങളുമെല്ലാം തലയുടെ മുകളിൽ എടുത്തു വെച്ചിട്ടാണ് അവർ നദി മുറിച്ചു കടക്കുന്നത്. ആ ചിത്രമാണ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. കമർ കമർ തക് പാനി, കമർ എന്ന് പറയുന്നത് അരക്കെട്ടിനെയാണ്. അപ്പോൾ അരക്കെട്ടോളം വെള്ളം. ബർസാത്തോമേ ജബ് നദീ നാലെ ഉഫാൻ പർ ഹോത്തെ ഹെ തോ കയി ഗാവ് ഏക് ദൂസരെ സെ കട്ട് ജാത്തെ ഹെ. ബർസാത്തോമേ, മഴയില്. ജബ് നദീ നാലെ, എപ്പോഴാണോ ഈ നദികളും തോടുകളും. ഉഫാൻ പർ ഹോത്തെ ഹെ, ഉഫാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഉബാൽ എന്ന് പറയുന്ന ഹിന്ദി വാക്കിന് തുല്യമാണ്. അതായത് തിളയ്ക്കുക എന്നാണ്. ഇവിടെ കര കവിഞ്ഞൊഴുകുക എന്ന അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഈ മഴക്കാലത്ത് ഈ നദികളും തോടുകളും എപ്പോഴാണോ കര കവിഞ്ഞൊഴുകുന്നത്, തോ കൈഗാവ്, അപ്പോൾ ഒരുപാട് ഗ്രാമങ്ങൾ. ഏക് ദൂസരെ സെ, ഒന്ന് മറ്റൊന്നുമായി. കട്ട് ജാത്തെ ഹെ, കട്ട് ജാത്തെ ഹെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ആയി പോകും, വേറിട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് നദികളും തോടുകളുമെല്ലാം കര കവിഞ്ഞൊഴുകുന്നത് കാരണം ഗ്രാമങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോകും എന്നാണ് പറയുന്നത്. അത്രക്ക് വെള്ളമായിരിക്കും ഗ്രാമങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നദി പാർ കർനെ കെ ബാദ് 3 കിലോമീറ്റർ ഓർ ചലനാ പട. നദി മറികടന്നതിന് ശേഷം, കെ ബാദ് എന്ന് പറയുന്നത് ശേഷം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നദി മറികടന്നതിന് ശേഷം 3 കിലോമീറ്റർ ഓർ ചലനാ പട, 3 കിലോമീറ്റർ ഓർ വീണ്ടും, ചലനാ പട സഞ്ചരിക്കേണ്ടതായി വന്നു. അങ്ങനെ ഇവർ കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ തലയിൽ വെച്ച് ഈ നദി മറികടന്നിട്ട് അവർക്ക് വീണ്ടും ഒരു 3 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണമായിരുന്നു ഇവരുടെ ക്ലിനിക്കിലെത്താൻ. ജബ് തക് ഹം ക്ലിനിക് പഹുഞ്ചെ പസീനെ പസീനെ ഹോഗേ. അങ്ങനെ ഇവർ എപ്പോഴാണോ ക്ലിനിക് പഹുഞ്ചെ, ക്ലിനിക്കിൽ എത്തിച്ചേർന്നത്, അപ്പോഴേക്കും എന്തായി ഇവർ? പസീനെ പസീനെ ഹോഗേ. പസീന എന്ന് പറയുന്നത് വിയർപ്പാണ്. ഇവിടെ പസീനെ പസീനെ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് വിയർത്ത് കുളിക്കുക എന്നാണ്. അങ്ങനെ ഇവർ ഇത്രയും സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് അവിടെ ക്ലിനിക്കിൽ എത്തുമ്പോഴേക്കും ഇവർ വിയർത്ത് കുളിച്ചിട്ടുണ്ടാകും, അതായത് ഇവർ ക്ഷീണിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫിലും അവരുടെ ഈ യാത്രക്കിടെ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. 11:30 बजे जब हम क्लिनिक पहुंचे तो अच्छी खासी भीड़ हमारा इंतजार कर रही थी. 11:30 बजे, 11 बजे എന്ന് പറയുന്നത് 11 മണിക്കാണ്. ഇവിടെ സാഠെ എന്ന് ചേർത്തത് കൊണ്ട് അര എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ 11:30 बजे 11:30 മണിക്ക്. ജബ് ഹം ക്ലിനിക് പഹുഞ്ചെ തോ, ഞങ്ങൾ ക്ലിനിക്കിലെത്തിയപ്പോഴേക്കും. അച്ചി ഖാസി ഭീഡ്, വളരെ, ഖാസി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ, വിശേഷമായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവർ 11:30 മണിക്ക് ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള, വിശേഷമായിട്ടുള്ളൊരു ഭീഡ്, ജനക്കൂട്ടം. ഹമാര ഇന്തസാർ കർ രഹി ഥി, ഹമാര ഞങ്ങളെ, ഇന്തസാർ കർ രഹി ഥി. ഇന്തസാർ കർണ എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നുള്ളതിനെയൊക്കെയാണ്. അപ്പോൾ ഇവരിവിടെ 11:30 മണിക്ക് ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും അവിടെ ഒരു വിശേഷമായ ജനക്കൂട്ടം ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. യഹാ കൈ ഗാവോं से लोग आते हैं, अभयारण्य के अंदर और बाहर दोनों जगहों से. യഹാ കൈ ഗാവോं से, ഇവിടെ, കൈ ഗാവോं से ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന്. ലോഗ് ആത്തേ ഹേ, ലോഗ് എന്ന് പറയുന്നത് ആളുകൾ. അപ്പോൾ ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്.
അഭയാരണ്യക്കെ അന്തർ, ഈ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിൽ നിന്നും, ഓർ ബാഹർ, അതുപോലെ തന്നെ പുറത്തു നിന്നും, ദോനോ ജഗഹോസെ, രണ്ട് സ്ഥലങ്ങളിൽ നിന്നും. അപ്പോൾ ഈ അഭയാരണ്യ, ഈ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിൽ നിന്നും പുറമേ നിന്നും, ഈ രണ്ട് സ്ഥലത്ത് നിന്നും ഉള്ള ആളുകൾ ഇവിടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. ഇവിടെ അന്തർ എന്നുള്ളതിന്റെ അർത്ഥം ഉള്ളിൽ എന്നും, അതുപോലെ തന്നെ ബാഹർ എന്നുള്ളതിന്റെ അർത്ഥം പുറത്ത് എന്നാണ്. അപ്പോൾ ഈ അന്തർ എന്നുള്ളതിന്റെ ഹിന്ദി വിപരീത ശബ്ദമാണ് ബാഹർ. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. 5 बजे तक तेज बारिश शुरू हो गई और अभी भी कुछ मरीज देखने बाकी हैं. 5 बजे तक, 5 മണി ആയപ്പോൾ, തേസ് ബാരിഷ് ശുരു ഹോ ഗയി. തേസ് എന്ന വാക്കിന്റെ അർത്ഥം തീവ്രമായ, വേഗതയോടെ എന്നൊക്കെയാണ്. തേസ് ബാരിഷ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ശക്തമായ മഴയാണ്. അപ്പോൾ 5 മണി ആയപ്പോൾ വളരെ ശക്തമായ മഴ ശുരു ഹോ ഗയി. ശുരു ഹോ ഗയി എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ 5 മണി ആയപ്പോഴേക്കും അവിടെ വളരെ ശക്തമായ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഓർ അഭി ഭി കുച്ച് മരീസ് ദേഖ്നെ ബാക്കി ഹെ. ഓർ അഭി ഭി, ഇപ്പോഴും, കുച്ച് മരീസ്, കുറച്ച്, മരീസ് എന്ന് പറഞ്ഞാൽ രോഗികൾ എന്നാണ്. അപ്പോൾ ഇപ്പോഴും കുറച്ച് രോഗികൾ, ദേഖ്നെ ബാക്കി ഹെ, പരിശോധിക്കാൻ ബാക്കിയുണ്ട്. ആജ് ഹംനെ 70 മരീസ് ദേഖേ. ആജ് ഹംനെ, ഇന്ന് ഞങ്ങൾ, 70 മരീസ് ദേഖേ, 70 രോഗികളെ അല്ലെങ്കിൽ പേഷ്യൻസിനെ, ദേഖേ, പരിശോധിച്ചു. ഇന്ന് ഞങ്ങൾ 70 രോഗികളെ പരിശോധിച്ചു. അബ് തക് അന്ധേര ബഹുത് ഗഹരാ ഗയാ ഹെ ഓർ ബാരിഷ് ഭി മൂസൽധാർ ഹെ. അബ് തക്, അപ്പോഴേക്കും, അന്ധേര ബഹുത് ഗഹരാ ഗയാ ഹെ, ഇരുട്ട് വളരെയധികം, ഗഹരാ ഗയാ ഹെ, ഗഹര എന്ന് പറഞ്ഞാൽ ആഴമേറിയ, ഡീപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഇരുട്ട് കനത്തിരുന്നു. ഇവിടെ പറയുന്നത് ആ സമയമായപ്പോഴേക്കും ഇരുട്ട് കനത്തിരുന്നു. ഓർ ബാരിഷ് ഭി മൂസൽധാർ ഹെ, മഴയാണെങ്കിലോ മൂസൽധാർ. മൂസൽധാർ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ, പേമാരി എന്നെല്ലാം നമ്മൾ പറയില്ലേ, ആ കണക്കിനുള്ള വളരെ ശക്തമായ മഴയാണ് ഇപ്പോൾ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഹം അപ്നി ജീപ് തക് തോ നഹി പഹുഞ്ച് പായെങ്കെ. ഹം അപ്നി ജീപ് തക്, ഞങ്ങൾക്ക് ഞങ്ങളുടെ, ജീപ് തക്, ജീപ്പ് വരെ, തോ നഹി പഹുഞ്ച് പായെങ്കെ, ജീപ്പ് വരെ പോലും, നഹി പഹുഞ്ച് പായെങ്കെ, എത്തിച്ചേരാൻ സാധിക്കില്ല. അത്രക്ക് ശക്തമായ മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. രാത് യഹി രുക്ന പടേഗ. രാത് എന്ന് പറഞ്ഞാൽ രാത്രി. രാത്രി യഹി രുക്ന പടേഗ. യഹി, ഇവിടെ തന്നെ, രുക്ന പടേഗ. രുക്ന എന്ന് പറഞ്ഞാൽ താമസിക്കുക, തടസ്സപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ തങ്ങുക എന്നാണ് അർത്ഥം വരുന്നത്. രാത്രിയിൽ ഇവിടെ തന്നെ തങ്ങേണ്ടി വരും, അല്ലെങ്കിൽ താമസിക്കേണ്ടി വരും. ഹം ചൂൽഹെ കെ പാസ് ബൈഠ് കർ ഗർം ദാൽ ചാവൽ ഓർ സാഗ് കാ ഭോജൻ കർത്തേ ഹെ. അങ്ങനെ ഇവർക്ക് മഴയായതുകൊണ്ട് ജീപ്പിനടുത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ തന്നെ താമസിക്കുവാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു? ഹം ചൂൽഹെ കെ പാസ് ബൈഠ് കർ, ഞങ്ങൾ, ചൂൽഹെ കെ പാസ്, ചൂൽഹെ എന്ന് പറഞ്ഞാൽ അടുപ്പാണ്, ഞങ്ങൾ അടുപ്പിന്റെ പാസ്, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, അങ്ങനെ ഇവർ അടുപ്പിന്റെ അടുത്ത്, ബൈഠ് കർ ഇരുന്നിട്ട്, ഗർം ദാൽ ചാവൽ, ഗർം എന്ന് പറഞ്ഞാൽ ചൂടാണ്, ഇവിടെ ചൂടോടെയുള്ള, ദാൽ ചാവൽ, ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്, ചാവൽ എന്ന് പറഞ്ഞാൽ അരി എന്നാണ് അർത്ഥം വരുന്നത്. ഗർം ദാൽ ചാവൽ, ചൂടോടെയുള്ള പരിപ്പും ചോറും, ഓർ സാഗ് കാ ഭോജൻ, സാഗ് എന്ന് പറയുന്നത് പച്ചക്കറിയാണ്. അങ്ങനെ ഇവർ രാത്രി അവിടെ അടുപ്പിന്റെ അടുത്ത് ഇരുന്നിട്ട് എന്താണ് കഴിക്കുന്നത്? ചൂടുള്ള പരിപ്പും ചോറും അതോടൊപ്പം പച്ചക്കറിയുമാണ്. ഭോജൻ കർത്തേഹേ, ഭോജൻ കർണ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. അങ്ങനെ ഇവർ രാത്രി അവിടെ അടുപ്പിന്റെ അടുത്ത് ഇരുന്നിട്ട് ചൂടുള്ള പരിപ്പും ചോറും പച്ചക്കറിയുമാണ് കഴിക്കുന്നത്. ഗർം ഭോജൻ കിतना स्वादिष्ट लग रहा है. ഗർം ഭോജൻ എന്ന് വെച്ചാൽ ചൂടുള്ള ഭോജൻ, ഭക്ഷണം, കിतना स्वादिष्ट लग रहा है, എത്ര സ്വാദിഷ്ടമാണ്, എത്ര ടേസ്റ്റിയാണ് എന്നാണ് ഡോക്ടർ നമ്മോട് പറയുന്നത്. दिन भर की मेहनत और बरसात की हल्की ठंडक में तो ये और भी स्वादिष्ट हो गया है. दिन भर की मेहनत, दिन भर की ദിവസം മുഴുവനുള്ള, മേഹനത്ത് എന്ന് വെച്ചാൽ അധ്വാനം, ദിവസം മുഴുവനുള്ള അധ്വാനം അഥവാ പരിശ്രമവും, ഓർ ബർസാത്ത് കി ഹൽക്കി ഠണ്ടക്,
ഈ മഴയുടെ ഹൽക്കി ठंडक, ഹൽക്കി എന്ന് പറഞ്ഞാൽ നേരിയ എന്നാണ് അർത്ഥം, ठंडक എന്ന് പറഞ്ഞാൽ തണുപ്പ്. അപ്പോൾ ഈ മഴയുടെ നേരിയ തണുപ്പും तो ये और भी स्वादिष्ट हो गया है. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്തൊക്കെയാണ്? ഒന്ന്, ഇവരുടെ ദിവസം മുഴുവനുള്ള കഠിനാധ്വാനവും അതോടൊപ്പം തന്നെ മഴയുടെ ഈ നേരിയ തണുപ്പും ഈ ചൂടുള്ള ഭക്ഷണത്തെ और भी स्वादिष्ट हो गया है, ഈ ചൂടുള്ള ഭക്ഷണത്തെ ഒന്നുകൂടെ സ്വാദിഷ്ടമാക്കുന്നു. അത് പലപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കതിന് പ്രത്യേക ഒരു സ്വാദ് തോന്നാറുണ്ട് അല്ലേ? നമ്മൾ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു വികാരവും തോന്നാറില്ല. നേരെ മറിച്ച് നമ്മൾ അധ്വാനിച്ച് കുഴങ്ങിയിരിക്കുമ്പോൾ അതിനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സ്വാദ് അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം ഇവിടെ മഴയും പെയ്യുന്നുണ്ട്. ആ മഴയുടെ നേരിയ തണുപ്പും കൂടെ ചേരുമ്പോൾ ആ ചൂടുള്ള ഭക്ഷണം ഒന്നുകൂടെ സ്വാദിഷ്ടമായിട്ടാണ് നമ്മുടെ ഈ ഡോക്ടർ രമണി അട്കുരിക്ക് അനുഭവപ്പെടുന്നത്. മേരെ കാം കാ ഏക് ബഡാ ഹിസ്സ इन बेचारों की स्थितियों को समझना है. മേരെ കാം കാ, കാം എന്ന് പറഞ്ഞാൽ ജോലി. മേരെ കാം കാ, എൻ്റെ ജോലിയുടെ ഏക് ബഡാ ഹിസ്സ, ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗം എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ജോലിയുടെ വലിയൊരു ഭാഗം ഇൻ ബേച്ചാരോം കി, ബേച്ചാരോം എന്ന് പറഞ്ഞാൽ പാവങ്ങൾ, ഈ പാവങ്ങളുടെ സ്ഥിതിയോം കോ, സ്ഥിതിയോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവസ്ഥയെയാണ്. അപ്പോൾ ഈ പാവങ്ങളുടെ അവസ്ഥയെ സമജ്നാഹേ, മനസ്സിലാക്കുക എന്നതാണ്. എൻ്റെ ജോലിയുടെ വലിയൊരു ഭാഗം ഈ പാവങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. കൈ മരീസോങ്കോ, ഒരുപാട് പേഷ്യൻസിന് ഇഞ്ചക്ഷൻ പർ, ഇഞ്ചക്ഷനിൽ ബഡാ വിശ്വാസ് ഹോത്താ ഹേ, വളരെയധികം വിശ്വാസം തോന്നാറുണ്ട്. അപ്പോൾ ഒരുപാട് രോഗികൾക്ക് ഇഞ്ചക്ഷനിൽ വളരെയധികം വിശ്വാസമുണ്ട് എന്നാണ് ഡോക്ടർ രമണി അട്കുരി നമ്മോട് പറയുന്നത്. ഇവരുടെ ഈ രോഗികൾ എന്ന് പറയുന്നത് നാം നേരത്തെ തന്നെ മനസ്സിലാക്കിയല്ലോ, ഒരുപാട് ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസം പൊതുവെ കുറവായിരിക്കും. അപ്പോൾ അവരീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇഞ്ചക്ഷൻ വെച്ചാലുടനെ രോഗം മാറും എന്നതാണ്. അതിനെപ്പറ്റിയാണ് ഡോക്ടർ നമ്മോട് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഞ്ചക്ഷനിൽ വളരെയധികം വിശ്വാസമുണ്ട്. ഇത്തിനാക്കി, എത്രയെന്നാൽ അഗർ കേവൽ ഗോലിയാ ദീ ജായേ തോ ഉനേ ലഗ്താ ഹി നഹി കി ഉൻകാ ഇലാജ് ഹോ രഹാ ഹേ. അഗർ കേവൽ ഗോലിയാം, കേവൽ എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ് അർത്ഥം വരുന്നത്. ഗോലിയാം എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്സ്, ഗുളികകൾ. അപ്പോൾ ഇത്തിനാക്കി, എത്രയെന്നാൽ അഗർ കേവൽ ഗോലിയാം, ഗുളികകൾ മാത്രം ദീ ജായേ തോ, നൽകിയാൽ, ഉനേ ലഗ്താ ഹി നഹി, അവർക്ക് ലഗ്ത തോന്നുക, അവർക്ക് തോന്നുകയേയില്ല, കി എന്തെന്നാൽ ഉൻക ഇലാജ് ഹോ രഹാ ഹേ, ഇലാജ് എന്ന് പറയുന്നത് ചികിത്സയെയാണ്, ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇവർക്ക് ഗുളികകൾ മാത്രം, ടാബ്ലറ്റ്സ് മാത്രം നൽകിയാൽ ഉനേ ലഗ്താ ഹി നഹി, അവർക്ക് തോന്നുകയേയില്ല, എന്ത്, ഉൻക ഇലാജ് ഹോ രഹാ ഹേ, അവരുടെ ചികിത്സ നടക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുകയേ ഇല്ല എന്നാണ് പറയുന്നത്. तो उन्हें समझाना पड़ता है कि ज्यादातर इंजेक्शन महंगे तो होते ही हैं और गैर जरूरी भी होते हैं. तो उन्हें समझाना पड़ता है, അപ്പോൾ ഉനെ സംജാന പടുത്താ ഹേ, അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. കി എന്തെന്നാൽ ജ്യാദാത്തർ ഇഞ്ചക്ഷൻ, ജ്യാദാത്തർ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഭൂരിപക്ഷവും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഭൂരിഭാഗം ഇഞ്ചക്ഷനും മെഹങ്കേ തോ ഹോത്തേ ഹി ഹേ, മെഹങ്കേ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി എന്നാണ് അർത്ഥം, വില കൂടിയത്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നത് എന്താണ്? ഭൂരിഭാഗം ഇഞ്ചക്ഷനുകളും മെഹങ്കേ തോ ഹോത്തേ ഹി ഹേ, വളരെ വില കൂടിയതുമാണ്. അതോടൊപ്പം തന്നെ ഗൈർ സറൂരി, സറൂരി എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് അർത്ഥം. അതിനു മുമ്പേ നമ്മൾ ഗൈർ എന്ന പദം ചേർക്കുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം അനാവശ്യം എന്നായി മാറുകയാണ്. അപ്പോൾ ഈ രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇവർ ഇപ്രകാരമാണ്: ഭൂരിഭാഗം ഇഞ്ചക്ഷനുകളും വളരെ വില കൂടിയതാണ്, അതോടൊപ്പം തന്നെ അനാവശ്യവുമാണ്. ഈ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ചികിത്സയെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അവർക്ക് ഗുളികകൾ മാത്രം നൽകിയാൽ തോന്നുന്നത് ഇപ്രകാരമാണ്: അവരുടെ ചികിത്സ നടക്കുന്നില്ല എന്ന്. ഇഞ്ചക്ഷൻ നൽകിയാലോ അവർക്ക് അത്രയും സന്തോഷം. കാരണം ഗുളികകൾ നൽകിയാൽ അതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്.
ഇഞ്ചക്ഷൻ ആകുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും മരുന്ന് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ തന്നെ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയും രോഗം മാറുമെന്ന് തോന്നുകയുമാണ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ഇതുവരെ പറഞ്ഞത് ഡോക്ടറുടെ ആ ചൊവ്വാഴ്ച ദിവസം നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി പറയാൻ പോകുന്നത് ഡോക്ടറുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രവൃത്തികളെക്കുറിച്ചുള്ള ഡോക്ടറുടെ കാഴ്ചപ്പാടാണ് ഇനി നമ്മോട് പറയാൻ പോകുന്നത്. ആജ് കെ ജമാനെ में कई लोग सोचेंगे कि एक डॉक्टर का ये सब काम तो नहीं. घने जंगलों के बीच सफर करना, पैदल नदी पार कर गरीब लोगों का इलाज करना. അപ്പോൾ ആജ് കെ ജമാനെ में ഇന്നത്തെ കാലത്ത്, സമാന എന്ന് പറഞ്ഞാൽ ലോകം എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് കൈ ലോഗ് ഒരുപാട് ആളുകൾ, സോച്ചെങ്കെ ചിന്തിക്കും, കി എന്തെന്നാൽ ഏക് ഡോക്ടർ കാ യേ സബ് കാം തോ നഹി ഒരു ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഏതെല്ലാം? ഘനെ ജംഗലോ കെ ബീച്ച് സഫർ കർണ ഈ കൊടുങ്കാട്ടിനുള്ളിലൂടെ സഫർ കർണ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക. പൈതൽ നദി പാർക്കർ പൈതൽ നദി പാർക്കർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാൽനടയായിട്ട് അല്ലെങ്കിൽ നടന്നിട്ട് നദി പാർക്കർണ നദി മറികടക്കുക. ഗരീബ് ലോഗോം കാ ഇലാജ് കർണ പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കുക എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ചിന്തിക്കും, എന്തെന്നാൽ ഒരു ഡോക്ടറുടെ ജോലി ഇതൊന്നുമല്ല. എന്തെല്ലാം? കൊടുങ്കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ കാൽനടയായിട്ട് നദിയൊക്കെ മറികടന്നിട്ട് പാവങ്ങളായിട്ടുള്ള രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതൊക്കെ ഒരു ഡോക്ടറുടെ ജോലിയല്ല എന്ന് ഇന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. ऐसे लोगों का जो फीस भी नहीं दे सकते. എങ്ങനെയുള്ള ആളുകളാണ് ഇവർ പരിശോധിക്കുന്നത്? ജോ ആർക്കാണോ, ഫീസ് ഭി ഫീസും, നെഹി ദേ സക്തേ നൽകാൻ സാധിക്കാത്തത്. അപ്പോൾ ഇവർ പരിശോധിക്കുന്ന രോഗികളാവട്ടെ അത്രക്ക് പണക്കാരായ രോഗികളും അല്ല. തീരെ കഴിവില്ലാത്ത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികളെയാണ് ഇവർ പരിശോധിക്കുന്നത്. बिना लाइट पंखे के बीच जंगल में एक कच्ची झोंपड़ी में मरीजों को देखना, जमीन पर सोना. बिना लाइट पंखे के बीच ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ്, പങ്ക എന്ന് പറയുന്നത് ഫാനിനെയാണ്. അപ്പോൾ ലൈറ്റ് പങ്കെ ലൈറ്റും ഫാനും, ബിന എന്ന് പറയുന്നത് ഇല്ലാതെ എന്നുള്ള അർത്ഥം വരാൻ വേണ്ടി ചേർക്കുന്ന പദമാണ്. അപ്പോൾ ബിന ലൈറ്റ് പങ്കെ ലൈറ്റും ഫാനും ഇല്ലാതെ, ബീച്ച് ജംഗൽ മേ കാടിന് നടുവിൽ, ഏക് കച്ചി ചോമ്പടിമേ കച്ചി എന്ന് പറഞ്ഞാൽ പാകമാകാത്ത എന്നാണ് ശരിയായ അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീരെ ഉറപ്പില്ലാത്ത, ശക്തിയില്ലാത്ത ചോമ്പടിമേ. ചോമ്പടി എന്ന് പറഞ്ഞാൽ കുടിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ലൈറ്റും ഫാനും ഒന്നും ഇല്ലാത്ത കൊടുങ്കാട്ടിനുള്ളിലെ ഒരു കുടിലിനുള്ളിൽ മരീസോങ്കോ ദേഖ്ന പേഷ്യൻസിനെ പരിശോധിക്കുക. അതുകൂടാതെ ജമീൻ പർ സോന, ജമീൻ എന്ന് പറഞ്ഞാൽ നിലം, വെറും നിലത്ത്, സോന കിടന്നുറങ്ങുക. അപ്പോൾ നമ്മുടെ ഡോക്ടർ രമണി അട്കുരി ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവർ ഈ കൊടുങ്കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നു, കാൽനടയായിട്ട് നദി മറികടക്കുന്നു, അതുകൂടാതെ ഫീസ് നൽകാൻ കഴിയാത്ത രോഗികളെ ചികിത്സിക്കുന്നു, ലൈറ്റും ഫാനും ഒന്നുമില്ലാത്ത ഒരു തീരെ ഉറപ്പില്ലാത്ത ഒരു കുടിലിനുള്ളിൽ രോഗികളെ പരിശോധിക്കുന്നു, പിന്നെ വെറും നിലത്ത് കിടന്നുറങ്ങുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഡോക്ടർ രമണി അട്കുരി ചെയ്യുന്നത്. നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ക്യാ യേ സബ് എക് പഠാലിക ഡോക്ടർ കർത്താ ഹെ? ഡോക്ടർ നമ്മോട് ചോദിക്കുകയാണ്, ക്യാ യേ സബ് എന്താ ഇതെല്ലാം, എക് പഠാലിക ഡോക്ടർ ഒരു പഠാലിക എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നനായ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്താ ഇതെല്ലാം ഒരു വിദ്യാസമ്പന്നനായ ഡോക്ടർ കർത്താ ഹെ ചെയ്യുമോ? ചെയ്യുമോ കൂട്ടുകാരെ? സംശയമാണ് അല്ലേ? നാം കണ്ടിട്ടുള്ള ഡോക്ടർമാരെല്ലാവരും വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് രോഗികളെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ രോഗികൾ ഡോക്ടർക്ക് വേണ്ടി ടോക്കൺ എടുത്ത് വരി വരിയായി പുറത്ത് കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ നമ്മുടെ രമണി അട്കുരി ഉൾപ്രദേശങ്ങളിലെ ആദിവാസി മേഖലയിലെ പാവങ്ങളായ ജനങ്ങളെ പരിശോധിക്കുവാനായിട്ട് ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും സഹിച്ചിട്ട് അവരുടെ അടുത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ന് ഒരു ഡോക്ടർ ചെയ്യുമോ എന്നാണ് നമ്മോട് രമണി അട്കുരി ചോദിക്കുന്നത്. ചെയ്യാൻ സാധ്യത കുറവാണല്ലേ?
പക്ഷേ രമണി അട്കുരിയെ പോലെയുള്ള വളരെ നല്ലവരായിട്ടുള്ള ഡോക്ടർമാരും ഒരുപാട് പേർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരൊന്നും ഇത് ആരോടും പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ കാര്യങ്ങൾ ഡോക്ടർമാർ അനുഭവിക്കുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നമ്മെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പാഠഭാഗം നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. മുജ്സെ കയി ലോഗ് പൂച്ച്തേ ഹെ കി ഷഹർ മേ മേരാ ക്ലിനിക് കഹാ ഹെ. മുജ്സെ എന്നോട്, കയി ലോഗ് ഒരുപാട് പേർ, പൂച്ച്തേ ഹെ കി ചോദിക്കാറുണ്ട്, ഷഹർ മേ പട്ടണത്തിൽ, മേരാ ക്ലിനിക് എൻ്റെ ക്ലിനിക്, കഹാ ഹെ എവിടെയാണ്. ഇപ്പോൾ ഡോക്ടറോട് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് പട്ടണത്തിൽ അല്ലെങ്കിൽ നഗരത്തിൽ ഡോക്ടറുടെ ക്ലിനിക് എവിടെയാണ് എന്ന്. മേരാ ജവാബ് ഹോത്താ ഹെ കി മേരാ ക്ലിനിക് ഷഹർ മേ നഹി ഹെ. മേരാ ജവാബ് ഹോത്താ ഹെ കി എൻ്റെ ഉത്തരം ഇങ്ങനെയായിരിക്കും. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. മേരാ ക്ലിനിക് ഷഹർ മേ നഹി ഹെ, എൻ്റെ ക്ലിനിക് നഗരത്തിൽ അല്ല. അപ്പോൾ ഡോക്ടർ രമണി അട്കുരി അങ്ങനെ ചോദിക്കുന്നവരോട് മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് നഗരത്തിൽ ക്ലിനിക്കുകൾ ഇല്ല. യഹി ജംഗൽ കെ ബീച്ച് യെ സഭി മേരെ ക്ലിനിക് ഹെ. ഇവിടെ ജംഗൽ കെ ബീച്ച് കാടിന് നടുവിൽ, യെ സഭി ഇതെല്ലാം, മേരെ ക്ലിനിക് ഹെ ഇതെല്ലാം എൻ്റെ ക്ലിനിക്കാണ്. ഈ കാടിന് നടുവിലുള്ള ഇത്രയും സ്ഥലം അല്ലെങ്കിൽ ഇത്രയും രോഗികൾ ചേരുന്നതാണ് എൻ്റെ ക്ലിനിക്. മുझे ഇസി തരഹ ഡോക്ടർ ബനെ രഹ്നാ ഹെ. മുझे എനിക്ക്, ഇസി തരഹ ഇപ്രകാരമുള്ള, ഡോക്ടർ ബനെ രഹ്നാ ഹെ ഡോക്ടറാണ് ആയിരിക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ രമണി അട്കുരി അവരുടെ നിശ്ചയദാർഢ്യത്തോടുകൂടെ നമ്മോട് പറയുകയാണ്, എനിക്ക് ഇപ്രകാരമുള്ളൊരു ഡോക്ടറാണ് ആയിരിക്കേണ്ടത്. രോഗികൾക്കായിട്ട് കഷ്ടത അനുഭവിച്ച് പാവങ്ങളായിട്ടുള്ള, അവരും മനുഷ്യന്മാരാണ്, അവരെ ആരും ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല, അവർക്ക് നൽകാനാണെങ്കിൽ ഫീസുമില്ല കയ്യിൽ. അപ്പോൾ അത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കാനാണ് എൻ്റെ ആഗ്രഹമെന്ന് ഡോക്ടർ രമണി അട്കുരി നമ്മോട് പറയുകയാണ്. യഹി കാം മുझे അച്ഛാ ലഗ്താ ഹെ. യഹി കാം ഈ ജോലി തന്നെയാണ്, മുझे അച്ഛാ ലഗ്താ ഹെ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നതും. और इसी काम का मुझे रोज इंतजार रहता है. കൂടാതെ ഇസി കാം കാ ഈ ജോലിയാണ്, മുझे റോസ് എന്നെ, റോസ് എന്ന് പറഞ്ഞാൽ ദിവസവും, ഡെയിലി, ഇന്തസാർ രഹ്താ ഹെ ഇന്തസാർ രഹന ഞാൻ നേരത്തെ പറഞ്ഞു പ്രതീക്ഷിച്ചിരിക്കുക, കാത്തിരിക്കുക. അപ്പോൾ ഇതേ ജോലിയാണ് മുझे എന്നെ കാത്തിരിക്കുന്നതും. ഡോക്ടർ രമണി അട്കുരി പറയുകയാണ്, ഇതേ ജോലിയാണ്, ഈ പാവങ്ങളായ രോഗികളെ സഹായിക്കുക, അവരെ ചികിത്സിക്കുക, അവർക്ക് വേണ്ടത് ചെയ്യുക എന്നുള്ള ഈ ജോലിയാണ് എന്നെ എല്ലാ ദിവസവും കാത്തിരിക്കുന്നതും. എനിക്ക് ഇത്തരത്തിലുള്ളൊരു ഡോക്ടറാണ് എപ്പോഴും ആയിത്തീരേണ്ടതും എന്നാണ് ഡോക്ടർ രമണി അട്കുരി ഈ ഡയറിയിലൂടെ നമ്മോട് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കഴിഞ്ഞ പാഠമായ ഡോക്ടർ കെ നാം മസ്ദൂർ ക പത്ര എന്ന കവിതയിൽ ഒരു വിഭാഗം ഡോക്ടർമാരെ വിമർശിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പാഠത്തിലോ മനുഷ്യസ്നേഹിയും കർമ്മനിരതയും ജോലിയോട് ആത്മാർത്ഥതയുമുള്ള ഡോക്ടർമാരുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഡോക്ടർ രമണി അട്കുരിയെ കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ നാളെ ഡോക്ടർമാരായേക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഡോക്ടർ രമണി അട്കുരിയെ പോലെ ജോലിയോട് ആത്മാർത്ഥതയുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള വ്യക്തികളായി മാറുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്